ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വാർ ആൻഡ് പീസ്, അന്ന കരനീനെ, റിസറക്ഷൻ തുടങ്ങിയ കൃതികളിൽ മനുഷ്യജീവിതത്തിലെ വേദനയും പോരാട്ടവും നന്മയും കരുണയും സ്നേഹവുമൊക്കെ ലോകത്തിന് സമ്മാനിച്ച പ്രസിദ്ധ എഴുത്തുകാരനായിരുന്നു ലിയോ ടോൾസ്റ്റോയ്. തൻ്റെ ആത്മീയ ഗ്രന്ഥങ്ങളിലൂടെയും ലേഖനങ്ങളിലൂടെയും അഹിംസയെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും ലോകത്തോട് പ്രഘോഷിച്ചിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ സോഫിയ ആൻഡ്രീവന തന്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു: ലോകത്തിനു വേണ്ടി അദ്ദേഹം കരഞ്ഞു, ലോകത്തിനു വേണ്ടി സ്നേഹത്തിന്റെ വാക്കുകൾ പറഞ്ഞു, എന്നാൽ സ്വന്തം ഭാര്യയുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുവാൻ ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം ലോകത്തെ സ്നേഹിച്ചു, പക്ഷേ കുടുംബജീവിതത്തെ, എന്നോടുള്ള ബന്ധത്തെ ഭാരമായി മാത്രം കണ്ടു. ഞാൻ അദ്ദേഹത്തിന് ഭാരമായിരുന്നു എന്ന് കരുതി കഴിയുന്നത് എത്ര വേദനാജനകം. മനുഷ്യരെ അദ്ദേഹം സ്വർഗത്തിലേക്ക് നയിക്കുവാൻ ആഗ്രഹിച്ചു, എന്നാൽ ഭാര്യയായ എന്നെ ഭൂമിയിലെ ചെറിയൊരു സന്തോഷത്തിലേക്ക് പോലും കൈപിടിച്ചു കൊണ്ടുപോയിട്ടില്ല. ലോകത്തിന് മുഴുവൻ സന്മാർഗം ഉപദേശിച്ചു കൊടുത്ത ലിയോ ടോൾസ്റ്റോയെ കുറിച്ച് സ്വന്തം ഭാര്യ കുറിക്കുന്ന വരികളാണിത്. ലോകത്തെ പലരും ഇതുപോലെയാണ്. ചുറ്റുമുള്ളവർ ഉപദേശിക്കുവാനും നന്നാക്കുവാനും നല്ല കഴിവാണ്. ലോകത്ത് സമാധാനമുണ്ടാക്കാൻ അവർ കഠിനമായി പരിശ്രമിക്കും. പക്ഷേ പലപ്പോഴും സ്വന്തം കുടുംബത്തിൽ ആ സമാധാനം കണ്ടെത്താൻ അവർക്ക് കഴിയാതെ പോകുന്നു. ലോകത്തിനു വേണ്ടി സമാധാനം പ്രസംഗിക്കുന്ന ഒരാളുടെ കുടുംബത്തിൽ കലഹം നിറഞ്ഞിരിക്കുമ്പോൾ ആ പ്രസംഗത്തിന് ശക്തി നഷ്ടപ്പെടും. ലോകത്തെ സ്നേഹിക്കുന്ന ഒരാൾ സ്വന്തം വീട്ടിലെ ചെറുപ്രായമുള്ള കുട്ടികളുടെ കണ്ണുനീരിനെയും ജീവിത പങ്കാളിയുടെ വേദനയെയും കണ്ടുമുട്ടാൻ സാധിക്കാതെ പോകുന്നെങ്കിൽ അവരുടെ ഉപദേശങ്ങൾ വെറും വാക്കുകളായി മാറും. ഒരു നല്ല സമൂഹം നല്ല കുടുംബങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. സ്നേഹം, കരുണ, സഹിഷ്ണുത, ആശ്വാസം ഇവ വലിയ വേദികളിൽ പ്രഖ്യാപിക്കപ്പെടേണ്ടത് മാത്രമല്ല, അത് വീട്ടിലെ അടുക്കളയിൽ, കുട്ടികളുടെ മുറിയിൽ, ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ബന്ധങ്ങളിൽ കണ്ടെത്തപ്പെടേണ്ടതാണ്. ലോകത്തിനു വേണ്ടി കരയുന്നവർ ധാരാളമുണ്ട്, എന്നാൽ കുടുംബത്തിനു വേണ്ടി കണ്ണുനീർ കൊടുക്കുന്നവർ കുറവാണ്. ലോകത്തിന് മഹത്തായ സന്ദേശങ്ങൾ നൽകുന്നവരും സ്വന്തം വീട്ടിൽ സന്തോഷത്തിന്റെ വിത്തുകൾ വിതയ്ക്കുന്നവരുമായിരിക്കുക എന്നതാണ് സത്യമായ മഹത്തായ ജീവിതം. തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞു അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു എന്ന് 1 തീമോത്തിയോസ് 5:8 പറയുന്നു. നമുക്ക് നമ്മുടെ ശുദ്ധീകരണ പ്രക്രിയകൾ കുടുംബത്തിൽ നിന്നും ആരംഭിക്കാം. സ്നേഹത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചുമുള്ള പ്രഘോഷണങ്ങൾ ആദ്യം ഭവനത്തിൽ പ്രാവർത്തികമാക്കാം. കുടുംബത്തിലുള്ളവരുടെ സ്നേഹമേറിയ പിന്തുണയാൽ സമൂഹത്തെ മുന്നോട്ട് നയിക്കുവാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.